വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മുടി ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് നമുക്ക് ഒരുപാട് ഹോം റെമഡീസൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ മുടി ഞാൻ ഇങ്ങനെയാക്കി എടുത്തത്. ഇപ്പോൾ അത്യാവശ്യത്തിന് കട്ടിയായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ പെട്ടൊക്കെ ഏകദേശം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രസവശേഷം മാത്രമല്ല, ഞാൻ പഠിക്കാൻ പോയിരുന്ന മധുരയിൽ ക്ലോറിൻ വെള്ളം ഉപയോഗിച്ചിട്ടൊക്കെ മുടി നല്ലപോലെ പോയിട്ടുണ്ടായിരുന്നു. ഈ മുട്ടോളം മുടി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയില്ല, അത്രത്തോളം മുടി ഉണ്ടായിരുന്നു കേട്ടോ സത്യത്തിൽ. പിന്നെ മുടി പഠിക്കാൻ പോയി ഹോസ്റ്റലിൽ നിന്ന ടൈമിൽ മുടി പോയപ്പോൾ ഞാൻ മുടി അങ്ങോട്ട് കട്ട് ചെയ്ത് ഇതാ അത്രയ്ക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്കിലും സ്റ്റിൽ ഞാൻ അമ്മച്ചി തന്നിരുന്ന വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. എങ്കിലും നമ്മുടെ നോട്ടക്കുറവൊക്കെ ധാരാളം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ തേക്കാതെ പറത്തി നടക്കുക എന്നുള്ള പരിപാടീസും ഹീറ്റ് കൊടുക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടന്നു. പിന്നെ നല്ലോണം ഇപ്പോൾ പ്രായമൊക്കെ ആയിട്ട് വരുമ്പോഴാണ് നമ്മുടെ മുടി പോകുന്ന അവസ്ഥ നമ്മൾ മനസ്സിലാക്കണേ. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല, കല്യാണം കഴിഞ്ഞ് പോകുന്നവർ നമ്മുടെ അമ്മമാരുടെ വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ എന്തായാലും മിസ് ചെയ്യും. അപ്പോൾ അതിനുള്ളൊരു എളുപ്പ വഴി എൻ്റെ അമ്മച്ചി തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതായത് അമ്മച്ചി തൃശ്ശൂർ, ഞാൻ കണ്ണൂരാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല, ഉണ്ടാക്കി ഇപ്പോൾ പെട്ടെന്നൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. വെളിച്ചെണ്ണ കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ ഒരു 3 മാസത്തിനിടയ്ക്ക് പോയപ്പോൾ കൊണ്ടുവന്ന വെളിച്ചെണ്ണ ഫുൾ കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡും കുട്ടിയും എല്ലാവരും ഈ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കണേ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മച്ചിയോട് ചോദിച്ചിട്ട് റെസിപ്പി ചോദിച്ചിട്ട് ഉണ്ടാക്കാമെന്ന്. പക്ഷേ റെസിപ്പി ചോദിച്ചപ്പോൾ ഇവിടെ ഒന്നും സാധനങ്ങൾ കിട്ടില്ല. ഇവിടെ കുറവാണ്. ഈ മരുന്നാടായാലും എല്ലാ സാധനങ്ങളായാലും ഒക്കെ കുറവാണ്, ഇലകളായാലും എല്ലാം കുറവാണ്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഈ ആയുർവേദ കടയുണ്ടല്ലോ, അവിടെ പോയിട്ട് പൊടികളൊക്കെ വാങ്ങിച്ചിട്ട് ഇതുണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം നോക്കാം. മടിച്ചികൾക്കും അതുപോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അന്നേരം വീഡിയോയിലൊക്കെ കേൾക്കാം. നോർമലി എനിക്ക് അമ്മച്ചിയാണ് കേട്ടോ അതെല്ലാം ഉണ്ടാക്കി തരാറ്. വെളിച്ചെണ്ണ മേത്ത് തയ്ക്കാനുള്ളതും ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളുടെയൊക്കെ ഒരു വെളിച്ചെണ്ണ കൂട്ടുണ്ട്. അതും പിന്നെ ചെമ്പരത്തിൻ്റെ താളി ഞാൻ വീഡിയോ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. ചെമ്പരത്തി അതുപോലെ പല ഇലകളും ചേർത്തിട്ടുള്ള താളി, പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അപ്പം കല്യാണം കഴിഞ്ഞ് പോകുന്ന പെൺപിള്ളേരോട് പറയാനുള്ളത്, നമ്മളിങ്ങനെ അമ്മമാർ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി തന്ന് ഉപയോഗിക്കുന്നവരുണ്ടല്ലോ, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കേട്ടോ. ഇപ്പോൾ അമ്മച്ചി തന്നെ പറഞ്ഞു തന്നു, എന്തായാലും നീ ഒരു കാര്യം ചെയ്യും, പച്ചമരുന്ന് കടയിൽ ചെല്ല്, എന്നിട്ട് സാധനങ്ങളൊക്കെ പൊടിയായിട്ട് വാങ്ങിയിട്ട് വെളിച്ചെണ്ണയിൽ ചേർത്തങ്ങോട്ട് കാച്ചാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാം പൊടിയായിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ വാങ്ങിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഞാൻ ഇൻഡിക്കോ ലീഫ് പൗഡർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെതാ അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഒന്ന്, നീലാമരി ഇലച്ചൂർണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിലെ എല്ലാം ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ആകെ 2 സ്പൂണ് അളവ് വീതം ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം അടുത്ത മാസം എന്തായാലും തൃശ്ശൂരിൽ നിന്ന് അമ്മച്ചി വരും. അപ്പോൾ അമ്മച്ചി എന്തായാലും എണ്ണ കാച്ചിക്കൊണ്ടിരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ റിസ്ക് എടുക്കുന്നില്ല. ആകെ 1 മാസത്തേക്കുള്ളത് മാത്രമേ കാച്ചി വയ്ക്കുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് മാത്രമല്ല, ഹസ്ബൻഡിനും കുട്ടിക്കും ഈ ഒരു സംഭവം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ണൂരായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായല്ലോ. അപ്പോൾ അമ്മച്ചി അടുത്ത മാസം വരുമ്പം അമ്മച്ചി ഉണ്ടാക്കിക്കൊണ്ടിരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നീലാമരിയുടെ ഇലച്ചൂർണം ഞാനൊരു 2 സ്പൂൺ, ഇതെല്ലാം 2 സ്പൂൺ വീതമാണ് കേട്ടോ എടുക്കുന്നത്. അത്രയും കുറച്ചെടുക്കുന്നുള്ളൂ. അതായത് അര ലിറ്റർ വെളിച്ചെണ്ണയിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ നീലാമരി ചൂർണം. പിന്നെ ഇവിടെ കറിവേപ്പില, ഈ വീട്ടിൽ കറിവേപ്പിലൊന്നുമില്ല ഗൈസ് ഉണ്ടാക്കി വെക്കാം. പിന്നെ കടയിൽ നിന്നും വാങ്ങിച്ച് ഇതെല്ലാം എന്തായാലും പൊടിയായിട്ട് വാങ്ങുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു കറിവേപ്പില പൗഡറും വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം 2 സ്പൂൺ വീതം കേട്ടോ കറിവേപ്പില പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ചെമ്പരത്തി, ഇവിടെ ചെമ്പരത്തിയും ഇല്ല. അപ്പോൾ ചെമ്പരത്തി ഞാൻ മുന്നേ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, അമ്മച്ചി ചെമ്പരത്തി അതുപോലെ കുറേ ഇലകൾ ചേർത്തിട്ട് താളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ അത് കാണിച്ചിട്ടുമുണ്ട് നിങ്ങൾക്ക്. അപ്പം ആ ചെമ്പരത്തി പൊടി, ഇലേൻ്റെ പൊടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഗൈസ്, പിന്നത് കസ്തൂരി മഞ്ഞൾ ഞാൻ മുഖത്ത് പുരട്ടാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഈ കെട്ടിലങ്ങോട്ട് വന്നുപോയി. ഇനി ഓരോന്ന് പൊളിക്കണമെന്നേ. പൊളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒറ്റക്കൈ കൊണ്ടാണ് ഈ സംഭവം പിടിച്ചേക്കണത്. എന്തിട്ടാന്ന് നോക്കട്ടെ കേട്ടോ. ഈശ്വര, ഇതെന്താണെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തില്ലല്ലോ. മണത്ത് നോക്കിയിട്ട് പറയാം. 1 മിനിറ്റ് കേസ്, ഞാൻ ഇത് വേറെ ഒന്നുമല്ല, നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ. അതൊക്കെ പൊടിച്ച് കഴിഞ്ഞാണ്ടല്ലോ എല്ലാത്തിനും ഒരു സ്മെല്ലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ തുറന്ന് വെച്ച് നോക്കി. പിന്നെ ഞാൻ കരിഞ്ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. കരിഞ്ജീരകം നമ്മുടെ മുടിക്ക് അടിപൊളിയാണ്. മുടി കറുപ്പ് ഉണ്ടാക്കുന്നതിനും അതുപോലെ മുടി കട്ടിയോട് കൂടി വളരുന്നതിനൊക്കെ കരിഞ്ജീരകം അടിപൊളിയാണ് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് റോസ് പൗഡർ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. ഇത് അമ്മച്ചി വീട്ടിലത്തെ റോസാ പൂവ് 2-3 ഇതളുകൾ ഇടാറുണ്ട് കേട്ടോ. പിന്നെ ഈ റോസ് വാട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് കാണണം. ഇതൊക്കെ എൻ്റെ അമ്മച്ചിയുടെ ഒരു കൂട്ടാണ് കേട്ടോ.
പിന്നെ എടുത്തിട്ടുള്ളത് അവസാനം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇറക്കി വെക്കൂലേ, ഇറക്കി വെക്കുമ്പം നമ്മൾ കുറച്ച് 2 മണി കുന്തിരിക്കിടും, ഒരു നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട്. കുന്തിരിക്ക് മാത്രമല്ല വേറൊരു സ്പെഷ്യൽ ഐറ്റം കൂടിയുണ്ട്, അതെല്ലാവരും. നമ്മുടെ തൃശ്ശൂർ ഇത് അഞ്ചരക്കല്ല് എന്നാണ് പറയാൻ തോന്നുന്നു കേട്ടോ. ഞാൻ അഞ്ചരക്കല്ലെന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ടുണ്ട് പണ്ട്, കൺമഷി എഴുതി നോക്കാൻ വേണ്ടിയിട്ട് തമാശയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ. ഇതൊരു കുറച്ചെടുത്തിട്ട് നമ്മൾ ഇടിച്ച് ഇത് പൊടിക്കുക, നമ്മുടെ ഇടിക്കല്ലുണ്ടാവില്ലേ, അല്ലെങ്കിൽ അമ്മിയിലാലിട്ടിട്ട് പൊടിച്ചിട്ട് നമുക്ക് അവസാനം ഈ കുന്തിരിക്കും ഈ സംഭവം ചേർക്കാം കേട്ടോ. ഇതും നല്ലതാണ് മുടിക്ക് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ചേർക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, അഞ്ചരക്കല്ല് ഇത് അവസാനം ചേർക്കേണ്ടതല്ല, അവസാനം പറയാം. ചെമ്പരത്തി പൂവിൻ്റെ ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഉണക്കി വയ്ക്കുക, അല്ലെങ്കിൽ പൊടിച്ച് വയ്ക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾക്കിനി ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എന്നെപ്പോലുള്ള കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോയ പെൺകുട്ടികൾക്കുള്ള ടിപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. ചെമ്പരത്തി പൂവിൻ്റെ ഇത് താളിപ്പൊടിയാണ്, താളിപ്പൊടി എന്ന് തന്നെയാണ് പൊതുവിലെ പറയാം. അപ്പോൾ ചെമ്പരത്തി പൂവിൻ്റെ ആ ഒരു പൊടി 2 സ്പൂൺ കേട്ടോ, എല്ലാം 2 സ്പൂൺ ഇതാണ്. പിന്നെ കറിവേപ്പിലയുടെ പൗഡർ 2 സ്പൂണ്, പിന്നെ നീലയാമരി 2 സ്പൂണ്, പിന്നെ കയ്യൂന്യം 2 സ്പൂണ്, പിന്നെ നമ്മുടെ നെല്ലിക്ക തളത്തിൻ്റെ ആവശ്യം എനിക്ക് പണ്ടേ ഉണ്ടെന്ന് അമ്മച്ചി പറയാറുണ്ടായിരുന്നു. അപ്പോൾ നെല്ലിക്കപ്പൊടി 2 സ്പൂണ്. എനിക്ക് കിട്ടിയ സംഭവമാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കരിഞ്ജീരകം 2 സ്പൂണ്, പിന്നെ റോസ് പൗഡർ അത് ഞാൻ 1 സ്പൂണേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ആ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് റോസ് പൗഡർ മാത്രം 1 സ്പൂണ് ചേർക്കാം. പിന്നെ നമ്മൾ ഈ വെളിച്ചെണ്ണ പാകമായിട്ട് വരുമ്പോൾ കുറച്ച് നമ്മുടെ ഈ കുന്തിരിക്കും അതുപോലെ തന്നെ ഈ അഞ്ചരക്കല്ലും ചേർക്കുക കേട്ടോ. ഈ കുറേ വേണ്ട, കുറച്ച് ഒരു 5-6 എണ്ണം ചേർത്താൽ മതി കേട്ടോ, അത്ര മതി. അപ്പോൾ ഇത്രയുള്ളൂ. പിന്നെ ഞാൻ ഈ റോസ്മേരി ലീവ്സ് ഞാൻ ചേർക്കുന്നില്ല, ഞാൻ സാധാരണ അമ്മച്ചിയൊക്കെ ചേർക്കാറുണ്ട്. ഞാൻ റോസ്മേരി ലീവ്സിൻ്റെ സ്പ്രേ ഞാൻ ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഡെയിലി സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു സംഭവം ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു നല്ല അടിപൊളി വെളിച്ചെണ്ണ കാച്ചാനായിട്ട് ആവശ്യമുള്ളത് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയും വേണം, നല്ല പ്യുവർ കോക്കനട്ട് ഓയിൽ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതും കൂടെ. അപ്പോൾ ഇതാണ് ഗൈസ്, ഞാൻ എല്ലാം കൂടെ ഒരു കടലാസിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, 2 സ്പൂൺ എടുത്തിട്ട്. അതിൽ ഞാൻ റോസ്മേരി ലീവ്സ് എടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുക്കാം കേട്ടോ. റോസ്മേരി ലീവ്സ് അങ്ങനെ തന്നെ ഇടാം, കരിഞ്ജീരകവും നമുക്ക് അങ്ങനെ തന്നെ ഇടാം കേട്ടോ, പൊടിക്കണമെന്നൊന്നും നിർബന്ധമില്ല. അതുപോലെ തന്നെ ഇതൊന്നും പൊടിക്കണമെന്നൊന്നും നിർബന്ധമില്ല, അങ്ങനെ തന്നെ ഇട്ടിട്ട് നമുക്ക് എണ്ണ കാച്ചാവുന്നത് തന്നെയുള്ളൂ കേട്ടോ. ഒന്ന് ചതയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നീര് വരണം അങ്ങനെ തോന്നണം, അനുഭവപ്പെടണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇല എടുക്കുന്നവരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ കുന്തിരിക്കവും അഞ്ചരക്കല്ലും ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കാച്ചാനായിട്ട് പോകാം. അപ്പോൾ അതേ ഞാൻ വെളിച്ചെണ്ണ ഒരു നല്ല അടി കട്ടിയിട്ടുള്ളത്, ഇത് ഇൻഡാലിയത്തിൻ്റെ ഒരു ചീഞ്ചട്ടിയാണ് കേട്ടോ. എൻ്റെ സ്വന്തം വീട്ടിലൊരു ഇൻഡാലിയത്തിൻ്റെ ചീഞ്ചട്ടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിച്ച് വന്ന ഒരു ടൈമിൽ ഞങ്ങൾ റെൻറ്റിനായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നു, തൃശ്ശൂർ തന്നെ. ഞാൻ കോളേജിൽ ജോലിക്ക് പോകുമായിരുന്നു. അപ്പോൾ ഒരു ഇൻഡാലിയത്തിൻ്റെ വേണമെന്ന് എനിക്ക് നല്ല നിർബന്ധമായിരുന്നു, കാരണം എൻ്റെ വീട്ടിൽ അത് ഉപയോഗിച്ച് എനിക്ക് ഭയങ്കര ശീലമായി. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഒരു ഇൻഡാലിയത്തിൻ്റെ ഒരു ചീനച്ചട്ടി. അപ്പം ഇത് അടികട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കുക കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൽ ഞാൻ ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല പോലെ ഒന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം എന്താ ഞാനൊരു പാത്രത്തിലാക്കി വെച്ച് കടലാസിൽ മാറ്റിയിട്ട് കേട്ടോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു അഞ്ചരക്കല്ലൊന്ന് പൊടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒന്ന് ചതച്ചെടുക്കണം, അത്രയും ഒരു പരിപാടികളോ കേട്ടോ. അപ്പോൾ ഈ അഞ്ചരക്കല്ല് ഞാൻ എനിക്ക് പറ്റുന്ന തരത്തിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അവസാനം ചേർക്കാനാണ് കുന്തിരിക്കും ഈ ഒരു സംഭവം കേട്ടോ ഗൈസ്. അപ്പോൾ നല്ല പോലെ ചൂടായിട്ടുണ്ട് കേട്ടോ എണ്ണ. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ ആദ്യം നമ്മൾ സിമ്മിലിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നല്ല കരിഞ്ഞു പോവും. എന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ഇടുമ്പോൾ തന്നെ ഇങ്ങനെ തിളച്ച് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണേ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തീരെ വെള്ളമില്ലാത്ത ഒരു കയ്യിലും അതുപോലെ തന്നെ ചീനച്ചട്ടി വേണം എടുക്കണം കേട്ടോ. അതെ, ഇങ്ങനെ അങ്ങോട്ട് തിളക്കും കേട്ടോ. ഈ തിള മുഴുവൻ അങ്ങോട്ട് പോകും, അപ്പോഴാണ് നമ്മളിത് ഓഫ് ചെയ്യേണ്ടതെന്നാണ് അമ്മച്ചി പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. നോക്കാം, ഒന്ന് തിളക്കട്ടെ. മണമൊന്നുമില്ല കേട്ടോ, അമ്മച്ചി ഉണ്ടാക്കി തരുന്ന മണമൊന്നുമില്ല, വേറെ എന്തൊക്കെയാണ് മണം വരണത്. എന്നാലും സാരമില്ല, എന്തായാലും 1 മാസമല്ലേ വേണ്ടോ. സാധനങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. ഞാൻ എന്തായാലും അത് ഉപയോഗിച്ചിട്ടും കൂടി പറയാം കേട്ടോ. അമ്മച്ചി ഈ സാധനങ്ങൾ തന്നെ ഉപയോഗിക്കാൻ, പൊടിയല്ല അത് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. നോക്കാം, കുറച്ച് തിളച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് മണം എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതേ തളയൊക്കെ വറ്റാറായിട്ടുണ്ട് കേട്ടോ, അതായത് തള കഴിയാറായിട്ടുണ്ട്.
ഞാൻ ഈ കുഞ്ഞുനാൾ മുതൽ ഈ ഒരു സംഭവം ഉപയോഗിക്കുക. അപ്പോൾ ഇതില്ലാണ്ട് എനിക്ക് പറ്റാത്ത പോലെയാണ്. ചെറുപ്പം മുതലേ നല്ല മുടി ഉണ്ടായിരുന്നിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ മുടിയിൽ കയറി ഇരിക്കാന്നൊക്കെ പറയില്ല, അത്രത്തോളം മുടി ഉണ്ടായിരുന്നിട്ട് ഇപ്പോഴും പറയാതെയുള്ള ആൾക്കാർ എനിക്ക് നല്ലോണം മുടി ഉണ്ടായിരുന്നു ഇതൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വെട്ടിക്കളഞ്ഞിട്ടല്ലേ പറയും. വെട്ടിക്കളയെന്ന് വെച്ചാൽ മധുരയിൽ പഠിക്കാൻ പോയിരുന്ന സമയത്ത് നമ്മളവിടെ ക്ലോറിൻ വാട്ടർ ഉപയോഗിച്ച് മുടിയൊക്കെ കൊഴിഞ്ഞു പോയി തുടങ്ങി. അപ്പം അങ്ങനെ നമ്മൾ പിന്നെ സ്റ്റൈലത്തി ആയി തുടങ്ങിയല്ലോ. അപ്പം പിന്നെ അങ്ങനെ വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ മുടി. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അത് കരിയാനായിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല. ഇനി ഞാൻ ഇങ്ങനെ തന്നെ കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കും കേട്ടോ. ചൂടോട് കൂടിയല്ല, ഒന്ന് ആറ്റിയിട്ട് കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അടിയിലത്തെ കുറച്ച് പിന്നെ നമുക്ക് കഴിയുമ്പോൾ അത് തേക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ തേക്കുന്നത്. ഈ വെളിച്ചെണ്ണ കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയൊരു കുപ്പിയിലും വെച്ചുണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിലെ കൊറ്റനാണ് ഇപ്പോൾ ഞാൻ തേക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു മണം വരുന്നുണ്ട് കേട്ടോ, അതേ സെയിം കുറച്ച് മണം വരുന്നുണ്ട് കേട്ടോ. എന്നാലും വേറെ ഏതോ ഒരു മണം മുന്തി നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും പൗഡർ കൂടിയതാണോ ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ അപ്പോൾ നമുക്ക് അവസാനത്തെ മിൽക്ക് പൊടിയായിട്ടുള്ള ഈ അഞ്ചരക്കല്ലും അതുപോലെ തന്നെ നമ്മുടെ ഈ എന്താ പറയുക കുന്തിരിക്കം, ആ കുന്തിരിക്കം കൂടി ഇടുക കേട്ടോ. എന്നിട്ട് അവസാനിപ്പിക്കണേ. അപ്പം അതൊക്കെ ഇടണം കേട്ടോ, അല്ലെങ്കിൽ കൈമിക്ക് തെറിക്കും. എനിക്ക് തെറിച്ചൊന്നുമില്ല, എന്നാലും ഇത് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. സൂപ്പറായില്ലേ? മടയത്തികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ, അടിപൊളിയായിട്ട് തന്നെ പോലെ. എന്നിട്ട് ഇത് കുപ്പിയിലേക്ക് ഒഴിച്ച് വയ്ക്കാം. അടിപൊളി വെളിച്ചെണ്ണയാണ് കേട്ടോ. നിങ്ങളത് ആഴ്ചയിൽ 2 തവണയോ 3 തവണയോ വെളിച്ചെണ്ണ ഇല്ലാന്ന് തോന്നുമ്പോഴൊക്കെ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ പറ്റി നടക്കൊന്നും വേണ്ട. ഇത് തേച്ച് ഒരു അരമണിക്കൂർ മസാജ് ചെയ്തിട്ട് നമുക്ക് കഴുകിക്കളയാം കേട്ടോ. അടിപൊളിയാണ്, നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ, നല്ല വെളിച്ചെണ്ണയാണ്. ഇതൊന്ന് തണുക്കട്ടെ കേട്ടോ. തണുത്തിട്ട് നമുക്ക് കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കാൻ പറ്റുള്ളൂ. ഞാൻ തിളച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ, നല്ല ചൂടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ തണുക്കട്ടെ നല്ല പോലെ. ഞാൻ ഗ്യാരണ്ടിയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് മറ്റുള്ള വെളിച്ചെണ്ണകൾ പുറത്തുനിന്ന് മേടിച്ച് ഉപയോഗിക്കുന്നതൊക്കെ നിർത്തി ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇതന്നെ ഉപയോഗിക്കുള്ളൂ കേട്ടോ. ധൈര്യമായിട്ട് പരീക്ഷിക്കാം. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ എന്താ പറയുക, ഞാൻ ജനിച്ചപ്പോൾ മുതൽ എൻ്റെ അമ്മച്ചി ചിലപ്പോൾ ഇതായിരിക്കും എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടാവുക. ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് ഈ വെളിച്ചെണ്ണ തന്നെ കേട്ടോ, ഇതിൻ്റെ ഒരു സ്മെല്ലും. അപ്പോൾ അതൊരു നമുക്കൊരു നൊസ്റ്റാൾജിയ മാത്രമല്ല, നമ്മുടെ ഒരു ഹെൽത്ത്, നമ്മുടെ മുടിയുടെ ഒരു ഹെൽത്തി കണ്ടീഷന് കൂടി ഇതൊരു ആവശ്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കും. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ടാറ്റാ.